ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഒരാഴ്ച അല്ല 2 ആഴ്ചയോളം ആയി പനി പിടിച്ച് കിടന്ന ദിവസങ്ങളിലെ വീഡിയോ ആണ്. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്തപ്പോൾ പനിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞു. വോയിസ് ഓവർ കൊടുക്കാത്തതുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു. ഞാനിപ്പോൾ നോക്കിയിട്ട് വന്നത് അവിടെ ഒരു വഴുതനങ്ങ ഞാൻ തന്നെ നട്ടാണ്, അത് അവിടെ ഉണ്ടായിട്ടുണ്ട്, വിളഞ്ഞ് കിടപ്പുണ്ടാവും, നോക്കിയിട്ട് വന്നതാണ്. ഞങ്ങൾ 2 ആഴ്ചയോളമായി വീടിന് വെളിയിലോട്ട് സത്യത്തിൽ ഇറങ്ങിയിട്ട് തന്നെ. ഈ വീട്ടിലെ എല്ലാവർക്കും, അച്ഛനായാലും അമ്മയ്ക്കായാലും ഉണ്ണിക്കും മേട്ടനാണ് അവസാനം വന്നത്. പനിയായിരുന്നു. പനിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പനിയാണ്. കാരണം ഇപ്പോഴത്തെ മഴയും കാലാവസ്ഥയുടെയൊക്കെ ഇതുകൊണ്ടാണ് പനി പിടിച്ചത്. ഉണ്ണിക്കൊക്കെ പനി പിടിച്ചാൽ നല്ലൊരു പാടാണ്, നോക്കുക എന്ന് പറയുന്നത് തന്നെ. പിന്നെ കാറിച്ച ബഹളം, അതിൻ്റെ കൂടെ നമുക്കും കൂടെ വയ്യെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എല്ലാവരും രാവിലെ മെല്ലെ തലയൊക്കെ പൊക്കി രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഉപ്പുമാവ് ഉണ്ടായിരുന്നു, ദോശയും പരിപ്പും ഉണ്ടായിരുന്നു. ഏട്ടന് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ കഴിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഏട്ടന് ഉപ്പുമാവ് കൊടുത്തു. അതിൻ്റെ കൂടെ വേറെ കറികളൊന്നും പുള്ളിക്ക് ഇഷ്ടമില്ല. ഉള്ളി പഞ്ചാര മാത്രമേ അത് തിന്നത്തുള്ളൂ. അപ്പോൾ മണിക്കുട്ടനാണ് ഞാൻ ദോശ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അവന് എല്ലാം കഴിക്കും. അപ്പോൾ ഞാൻ ദോശയും പരിപ്പും കൊണ്ടാണ് കൊടുത്തത്. അതവൻ കഴിച്ചു കഴിഞ്ഞു. പിന്നെ എല്ലാവരും അവിടെ അറ്റത്തും ഇങ്ങേ അറ്റത്തും ഒക്കെ ഇരിക്കുകയാണ്. കാരണം പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ദേഹത്ത് വേദന, ക്ഷീണം ഒക്കെയാണ്. പിന്നെ പോരാത്തതിന് മഴ കണ്ട, വെയിലും മഴയും കൂടെയാണ്. ഒന്ന് തോർന്ന് കഴിയുമ്പോഴത്തേന് ഒരു 5 മിനിറ്റ് പോലും ഒരു ഗ്യാപ്പ് തരത്തില്ല. അതിന് മുമ്പേ അടുത്ത മഴ, അങ്ങനെയായിരുന്നു മഴ. മണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ജലദോഷവും ചുമയും ഒന്നും മാറാത്തത്. പനി മാറിക്കഴിഞ്ഞാൽ ഉടനെ ദേഹത്ത് വേദനയും ക്ഷീണവും കഴിഞ്ഞാൽ പിന്നെ ചുമ നിൽക്കാനായിട്ടുള്ള ഓട്ടത്തിലായിരിക്കും അടുത്തത്. അതുകൊണ്ട് കഴിവതും മഴയൊന്നും നനയാതിരിക്കുക. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അടി കൊടുത്താലും കുഴപ്പമില്ല, എവിടെയെങ്കിലും അടക്കിയിരുത്തുക, അല്ലെ പിന്നെ ഭയങ്കര പാടാവും. ഇത് കണ്ടില്ലേ ഒരെണ്ണം നടക്കുന്നത്. നമ്മളിപ്പോൾ കണ്ണ് തെറ്റിയോണ്ടത് ഇതുവഴി അപ്പുറം വഴി ഇങ്ങോട്ട് ഓടും. അവർ കണ്ടത് അവിടെ വലയിട്ടേക്കുന്നത് പ്രാവ് കയറാതിരിക്കാനായിട്ട് വലയിട്ട. നല്ല രസമുണ്ടല്ലേ. മഴയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഈ സമയത്തൊക്കെ മഴയത്തോട്ട് ഇറങ്ങിയാൽ ഭയങ്കര പാടാതെ. ഇവിടെ എല്ലാം നല്ല കാട് പിടിച്ചു. മുറ്റമൊക്കെ തൂത്തിട്ട് തന്നെ ഞങ്ങൾ ഒരാഴ്ചയായിരുന്നു. പിന്നെ ഇന്നാണിപ്പോൾ എല്ലാവരും തലയൊക്കെ പൊക്കി ഒന്ന് തൂത്തൊക്കെ ഇട്ടേക്കുന്നത്. എന്നിട്ടും അവിടെ മൂച്ചിയുടെ ഇലയായാലും അവിടെ ആത്തയുടെ ഇലയുണ്ട്, എല്ലാം കൂടി ഒരു കാറ്റടിക്കുമ്പോഴത്തേനും എല്ലാം വീണ്ടും അവിടെ അങ്ങ് അളിയും. ഫുള്ള് പായലും ഒക്കെയാണ്. അപ്പോൾ കുറേ ദിവസത്തെ തുണിയുണ്ട്. ഇത് കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം എനിക്കും വയ്യ. അപ്പോൾ കുറേശ്ശെ അലക്കിയിടാന്ന് പറഞ്ഞ് കുറച്ച് തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഏട്ടന് നാളെ മുതൽ ജോലിക്കൊക്കെ പോകണം. വാഷിംഗ് മെഷീനും നമുക്ക് പണി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ആ തണുപ്പത്ത് നിന്ന് അലക്കിയെടുത്ത് വിരിക്കണം. അപ്പോൾ അതൊരു വലിയ പാടാണ്. അച്ഛന് ഒരാഴ്ചത്തെ പനി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കെല്ലാം പിന്നെ പിടിപെട്ടത്. അപ്പോൾ തന്നെ അച്ഛൻ്റെയൊക്കെ ഓൾറെഡി സെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും സഹായിക്കാൻ അച്ഛനുള്ളതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റ് എടുത്തിരുന്നു. പിന്നെ അപ്പൂട്ടി 2 ചുരിദാർ തന്നിട്ടുണ്ടായിരുന്നു ഷേപ്പ് അടിക്കാനും ഒക്കെ. പിന്നെ അതും ഒരാഴ്ചയായി കൊണ്ട് വെച്ചിട്ട്, അതുകൊണ്ട് അതങ്ങ് ആദ്യം അടിച്ചു കൊടുത്തേക്കാന്ന് വെച്ചു. അതൊക്കെ അടിച്ചു. പിന്നെ വീട് വൃത്തിയാക്കലും പരിപാടി ഒന്ന് തല പൊക്കുമ്പോഴല്ലേ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത്രയും ദിവസം ഒന്നും ചെയ്തില്ലായിരുന്നു. ചുമ്മാ ഭക്ഷണം കഴിച്ചിട്ട് എവിടെയെങ്കിലും അങ്ങ് കിടക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് വയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിൻ്റെ കാര്യം നോക്കണം. അതിൻ്റെ ഇടയ്ക്കും കൂടെ നമ്മൾ ഒത്തിരി ക്ഷീണമായിരുന്നു, ഭയങ്കര ക്ഷീണം. പിന്നെ ഏട്ടനൊക്കെ ആയാലും 2 ദിവസം ജോലിക്ക് പോയിട്ടില്ല, കാരണം അതുപോലെ വയ്യായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊന്നും കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒന്നും അറിയാത്തതുകൊണ്ടൊന്ന് തല പൊക്കുമ്പോഴേ അവർ ചാടി മറിഞ്ഞങ്ങ് നടക്കും. പക്ഷേ നമുക്കൊക്കെ നല്ല രീതിയിൽ കള്ളത്തരം അറിയാവുന്നതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ക്ഷീണമാവും. നമ്മളിപ്പോൾ പൊതിച്ചു മൂടി വീണ്ടും അവിടെ തന്നെ അങ്ങ് കിടക്കുമ്പോൾ നമ്മൾ വീണ്ടും കൂടുതൽ വയ്യാതാവും. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു പനി ദിവസങ്ങൾ. കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ തൊട്ട് നക്കി പപ്പടമൊക്കെ കഴിച്ച് അങ്ങനെ ഒരാഴ്ചയോളം മുമ്പോട്ട് പോയി. മണിക്കുട്ടൻ ഇപ്പം മെയിൻ പരിപാടി എന്ന് പറയുന്നത് കഞ്ഞിയും കറിയും കളിക്കലാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ മ്യൂട്ടാക്കി വെച്ചേക്കുവാണ്. കാരണം
ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഇത്തിരി തോർന്ന് നിൽക്കുവാണ്. തുണിയൊക്കെ ഉണങ്ങാനായാലും ഭയങ്കര ഒരു പാടാണ്. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ ഫോണിലും ഒക്കെയാണ് സമയം കളയുന്നത്. കാരണം ആർക്കും വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. നല്ല ക്ഷീണമുണ്ട് എല്ലാവർക്കും. എങ്ങനെയൊക്കെയോ ആഴ്ചകളും ദിവസങ്ങളും ഒക്കെ കടന്നു പോയതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഈ വീട്ടിൽ ആൾത്താമസം ഉണ്ടെന്ന് പോലും വെളിയിലുള്ളവർക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ദിവസങ്ങൾ കടന്നു. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്നാലേ വീണ്ടും റെക്കമെൻഡേഷൻ നിങ്ങളിലേക്കൊക്കെ എത്തത്തുള്ളൂ. ഏട്ടനും പനിയായിട്ട് പുതച്ചു മുടിയോടെ കിടക്കുവാണ്. പുള്ളിക്ക് പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല. ഭയങ്കര നാണക്കാരനാണ്. അപ്പോൾ വീഡിയോയ്ക്ക് മുന്നിൽ വരുമോ അങ്ങനെ ഒരു പരിപാടിയും ചെയ്യത്തില്ല. പയ്യെ എല്ലാവരും കുളിച്ചും ഒക്കെ ഇരിക്കുകയാണ്. ഞാൻ കുളിച്ചിട്ടില്ല. കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്, അതുകൊണ്ട് കുളിച്ചിട്ടില്ല. കണ്ടോ, പുള്ളിക്ക് ഇഷ്ടമില്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ പുറകുവശത്തൊക്കെ നല്ല രീതിയിൽ കാടായിരുന്നു. മഴയൊക്കെ അല്ലേ, ഓരോ ഇഴജന്തുക്കളും കാര്യങ്ങളും ഒക്കെ വരും. കാരണം ഫുള്ള് കാടും ഒക്കെയാണ്. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു. കാടൊക്കെ പറിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ പായലായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചിരണ്ടണം. വയ്യ, ഇതൊക്കെ തലപൊക്കുമ്പോഴേ ഇതൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ഒരു തോന്നലും കൂടെ വേണമല്ലോ. അല്ല പിന്നെ ആ ഒരു മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ചെയ്യത്തില്ല. പുറകുവശത്തൊക്കെ നല്ല രീതിയിൽ കാടുണ്ട്. ഇരുന്നും എടുത്തും ഒക്കെ പറക്കിയും ഒക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അമ്മ അപ്പത്തേന് അടുക്കളയിലോട്ടുള്ള ചട്ടിയും കലവും അങ്ങനെയുള്ളതൊക്കെ അവിടെ വൃത്തിയാക്കുന്നു. അച്ഛൻ അടുക്കള വശമൊക്കെ തൂത്തിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് അങ്ങനെ ദിവസം പോയി. ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കൂടുതലൊന്നും ഇല്ലായിരുന്നു. പൊടിയരിക്കഞ്ഞിയായിരുന്നു വെച്ചിരുന്നത്. പൊടിയരിക്കഞ്ഞിയും പയറും പപ്പടവും ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കിടക്കുകയൊക്കെയാണ്. മണിക്കുട്ടനെ ആയാലും അംഗൻവാടിയിൽ വിട്ടിട്ട് 2 ആഴ്ചയോളം ആയി. അവന് ഒരു പനി കഴിഞ്ഞ് അപ്പോഴത്തേന് അച്ഛൻ പനി കൊണ്ടുവന്നു. അപ്പോൾ അതും പിടിച്ചു. പിള്ളേർക്ക് പനി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യവും അത് തന്നെയാണ്. വേഗം പനി വിടും, പനി വരും. മണിക്കുട്ടനൊക്കെ പനി വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സ്കൂളിലൊക്കെ പോകാതിരിക്കാൻ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകാതിരിക്കാൻ കഷത്തുള്ളിയും വെച്ച് എനിക്ക് പനി വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗുളിക കഴിക്കാൻ അന്നൊക്കെ ഞാൻ കൊതിച്ചിട്ടുണ്ട്. കാരണം പനി വരുന്നില്ലായിരുന്നു. അങ്ങനെ പനിയും കാര്യങ്ങളും ഒന്നും എനിക്കങ്ങനെ വലിയ നമുക്കിങ്ങനെ ആശുപത്രി കയറി നടക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ലായിരുന്നു സത്യത്തിൽ. ഇപ്പം ആശുപത്രി അല്ലാതെ ഞങ്ങൾ വേറെ എങ്ങോട്ടും യാത്രകൾ പോകാറില്ല. മിക്കപ്പോഴും ഞങ്ങൾ ആശുപത്രിക്കാണ്. ഒന്നെങ്കിൽ കുഞ്ഞിന് അല്ലെങ്കിൽ എനിക്ക് തീരെ ഇമ്മ്യൂണിറ്റി പവർ തീരെ ഇല്ല എനിക്ക്. കാരണം അപ്പുറത്തൂടെ ഒരു തുമ്മൽ പോയാൽ തന്നെ ഇവിടെ എനിക്ക് ജലദോഷമായിരിക്കും. അതുപോലെയാണ് ഇപ്പോഴത്തെ കാര്യം. ഒന്ന് തല പൊക്കിയിട്ടുണ്ട്. ഇനിയും മൺഡേ മുതൽ മണിക്കുട്ടനെ അംഗൻവാടിയിൽ വിടണം. ഇനിയിപ്പം ശനിയാഴ്ചയാണ്. അപ്പോൾ നാളെയും കൂടെ കഴിഞ്ഞ് മൺഡേ മുതൽ വിടാമെന്ന് ഓർത്തിട്ടാണ്. മിക്കവർക്കും പനിയും ജലദോഷമൊക്കെ കാരണം അംഗൻവാടി വരെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. കാരണം ആരുമില്ല. ടീച്ചർമാർ വന്നിരുന്നിട്ട് പോകും. കാരണം പിള്ളേർക്കൊക്കെ പനിയും ജലദോഷവും ആണെങ്കിൽ പിന്നെ വിടില്ലല്ലോ. ബാക്കി പിള്ളേർക്കും കൂടി പടരുമെന്ന് പറയുമ്പോൾ നമ്മൾ വിടില്ല. പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മെനക്കേടാണ്. ഭയങ്കര നമുക്കും കൂടെ തീരെ വയ്യാതായാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ തന്നെ പറയുന്നത് കുഞ്ഞിന് വന്നാലും എനിക്ക് ഒന്നും വരരുതെന്ന്. കാരണം കുഞ്ഞിന് വന്നാൽ നോക്കാൻ നമ്മളുണ്ട്. നമുക്കും കൂടെ വയ്യെങ്കിൽ പിന്നെ അവരെയൊക്കെ ആര് നോക്കും? അവരെ നോക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ഏജാണ്. സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പം അമ്മ വാരി കൊടുക്കണം, അമ്മയെ ഉറക്കണം, അമ്മ പാടണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് മണിക്കുട്ടനെ നോക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര വാശിയും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്കൊന്നും നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവൻ്റെ എല്ലാ കാര്യത്തിനും നമ്മൾ കൂടെ തന്നെ വേണം. പ്രത്യേകിച്ച് വയ്യാതാവുമ്പോൾ പിന്നെ നമ്മുടെ തോളത്തുനിന്ന് മാറില്ല. ഇന്നിപ്പോൾ തലയൊക്കെ പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടി നടക്കുന്നത്. എന്നോട് പറയായിരുന്നു ഫോൺ അവിടെ വെക്കല്, ഫോൺ താഴെ പോകും, ഭയങ്കര ഭരണം അവന്.
വൈകിട്ടത്തെ അത്താഴം കഴിക്കാനൊക്കെ ഇരുന്നു. മണിക്കുട്ടന് പപ്പാച്ചി വാരി കൊടുക്കുവാണ്. ഞാൻ വാരി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വയ്യ, അതുകൊണ്ട് ഏട്ടൻ വാരി കൊടുക്കുവാണ്. അതാ പറഞ്ഞ ഭയങ്കര വാശികളാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു.